ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജെയിൻ കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളേഴ്സ് ഒന്നും ചേർക്കാതെ തന്നെ കളർഫുള്ളായ ഒരു ബിരിയാണിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ ഒരു കിടിലൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ റെസിപ്പി വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 കിലോ ചിക്കനാണ് ഞാൻ ബിരിയാണിക്കായി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1 വലിയ നാരങ്ങയുടെ നീരും ചേർക്കുക. ചിക്കൻ നന്നായി പുരട്ടുക. ചിക്കനിൽ മസാല നന്നായി പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കനിൽ മസാലകളൊക്കെ നന്നായി പുരട്ടിയിട്ടുണ്ട്. ഇത് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം തന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ സവോളയും മുന്തിരിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നീളത്തിലരിഞ്ഞ് ഒരു വലിയ സവോള ഇട്ട് കൊടുക്കുക. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ സവോള റെഡി ആയിരിക്കുകയാണ്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി വെക്കാം. വീണ്ടും ഇതിലേക്ക് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 പിടി മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരിയും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. മുന്തിരിയും റെഡിയായി. ഇനി നമുക്ക് ഒരു ചരുവത്തിൽ 6 ഗ്ലാസ് വെള്ളം എടുക്കാം. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ നെയ്യ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കണം. 1 കിലോ അരിയാണ് നമ്മളിവിടെ ബിരിയാണിക്കായി എടുക്കുന്നത്. ഇതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇറച്ചിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഗ്രാമ്പു, ഏലക്ക, പട്ട ഇവ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 4 വലിയ സവോള അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കണം. സവോളയുടെ ഒപ്പം ചേർക്കുവാനായി ഒരു കുടം വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ചതച്ചെടുക്കുക. ഇതുകൂടി സവോളയിലേക്ക് ചേർത്ത് കൊടുക്കുക. സവോള നന്നായി വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ സവോള നന്നായി വഴറ്റിയെടുക്കുക. സവോള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു വലിയ തക്കാളി അരിഞ്ഞു വെക്കാം. അതുപോലെ തന്നെ ബിരിയാണി ദം ചെയ്യുന്നതിന് ആവശ്യമായ പുതിനയില, മല്ലിയില ഇവയും തയ്യാറാക്കി വെക്കാം. സവോള നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി വഴന്ന് സവോളയിൽ ചേരണം. അതുവരെ വഴറ്റി കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വഴറ്റുക. ഇത്തരത്തിൽ വെള്ളം തിളപ്പിച്ചിടണം. ഇത് മസാലയിൽ ചേർക്കുവാനാണ്. ചൂടുള്ള മസാലയിലേക്ക് ചൂടുവെള്ളം ഗ്രേവിക്കായി ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളയ്ക്കുവാനായി വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1/2 സ്പൂൺ ഗരം മസാല. ഇവ നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗ്രേവിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. നോർമൽ വാട്ടർ ചേർക്കാതിരിക്കുന്നതാണ് കറിക്ക് നല്ലത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറന്നു പോകേണ്ട. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഗ്രേവി ഇപ്പോൾ ഏകദേശം റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഈ പോട്ടിൽ നിന്ന് വലിയൊരു പോട്ടിലേക്ക് ഗ്രേവി മാറ്റാം. ഇനി ഇതിലേക്ക് ബാക്കി വന്ന തിളപ്പിച്ച് വെച്ച വെള്ളം കൂടി ചേർത്ത് ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് തിളയ്ക്കാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. വേഗം തിളച്ച് കിട്ടുവാൻ വേണ്ടിയാണ്. ഈ ബിരിയാണിക്ക് നല്ലൊരു സ്വാദ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് ഒരു 2 സ്പൂൺ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കുക. നന്നായി തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് വെന്തോ എന്ന് നോക്കാം. ചോറ് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി നല്ല വെന്തിരിക്കുകയാണ് ചോറ്. അത് ചൂട് പോകാതെ തന്നെ നമുക്ക് ചിക്കൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. അതവിടെ അടച്ചു വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് തുറന്ന് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ പീസുകളും ഇട്ട് കൊടുക്കുക. ഗ്രേവിയുമായി നന്നായി ഇളക്കി ചേർക്കുക. ഉപ്പ് കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ചിക്കൻ വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ലെയർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുക. ഈ ചിക്കൻ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമുക്ക് ദം ഇടുവാൻ ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായിരിക്കുകയാണ്. ചോറ് വെന്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ചിക്കൻ വെന്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് ഞാൻ മാറ്റി വെച്ചു.
അത് ഡമ്മിൽ ഇടയ്ക്ക് ലെയർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. 3/4 ഭാഗം വെന്ത ചിക്കൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു. ഒരു ലെയർ ചോറ് നിരത്തി. അതിനുശേഷം സവോളയും മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു അതിൻ്റെ മുകളിൽ. വീണ്ടും ചോറ് ഒരു ലെയർ നിരത്തി. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇത് ചോറിന് ഒരു റെഡ് കളർ കൊടുക്കും. അതിനു വേണ്ടിയാണ് ഇടയ്ക്ക് ലെയറിൻ്റെ ഇടയ്ക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും അടുത്ത ലെയർ നിരത്തുന്നതിന് മുമ്പ് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. വീണ്ടും ചോറ് നിരത്തുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും മുന്തിരിയും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചോറ് ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ 2 സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കണം. ഇത് ചോറ് ഒരു സോഫ്റ്റ്നെസ് കിട്ടുവാൻ വേണ്ടിയാണ്. ലെയർ ചെയ്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായി കവർ ചെയ്യുക. ഇതിന് മേളിൽ നമ്മുടെ ഗ്ലാസ് അടപ്പ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ല ടൈറ്റായി അടഞ്ഞിരിപ്പുണ്ട്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തുറന്ന് നോക്കുക. നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നല്ല കളർഫുള്ളായ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.